എന്നെ കേൾക്കുന്ന വേഗം വരുന്നതിനായ യേശു കർത്താവിന്റെ നിസ്തുലനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുക. നമ്മളൊരു വാക്യം വായിച്ചിരുന്നു. അത് പറഞ്ഞത് മറ്റാരുമല്ല, യോശുവയാണ്. യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ പറയുവാനായിട്ട് കാരണമായി തീർന്നത് മറ്റൊന്നുമില്ല, യഹോവയെ, നമ്മളെ നടത്തിയ ദൈവത്തെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, നദിക്കക്കരെ വെച്ച് നമ്മുടെ പിതാക്കന്മാർ അറിയാതെ ആരാധിച്ച ദേവന്മാരെയോ, ഹല്ലേലൂയ, മിസ്രയീമിലെ ദേവന്മാരെയോ നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാകാം. എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം അനേക രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ചത്, അതൊക്കെയും യോശുവ സവിസ്തരം ഇസ്രായേൽ മക്കളെ വിളിച്ചുകൂട്ടി അവരോട് പ്രസംഗിക്കുന്ന വേദഭാഗമാണ് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം. വീട്ടിൽ ചെന്ന് നമ്മൾ വായിക്കണം. അടിമവീടായ മിസ്രയീമിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവം, ദൈവത്തിന് സ്തോത്രം. അവർക്ക് കയ്പായുള്ള വെള്ളത്തെ, മാറയായ വെള്ളത്തെ മധുരമാക്കി തീർത്തിക്കൊടുത്തവനായ ദൈവം, ദാഹിച്ചപ്പോൾ നിലവിളിച്ചപ്പോൾ അവർക്ക് വേണ്ടി പാറയെ പിളർന്ന് ജലം കൊടുത്തവനായ ദൈവം, മാത്രമല്ല ഹല്ലേലൂയ, ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തൂടെ അവരെ നടത്തിയവനായ ഒരു ദൈവം, മാത്രമല്ല പ്രിയപ്പെട്ടവരെ, യോർദാന്റെ നദിയെ രണ്ടാക്കി ഉണങ്ങിയ നിലത്തൂടെ കനാനിൽ എത്തിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങൾക്ക് സേവിക്കാമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സേവിക്കാം. അതല്ല, നിങ്ങൾ നദിക്കക്കരെ വെച്ച് സേവിച്ച ദേവന്മാരെയോ, മിസ്രയീമിൽ വെച്ച് നിങ്ങൾ ആരാധിച്ച ദേവന്മാരെയോ, ആരെയാണ് നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാം. കാരണം ജനം രണ്ട് തട്ടിലായിരുന്നു ആ കാലങ്ങളില്. അതുകൊണ്ടാണ് യോശുവ അങ്ങനെ പറയുവാൻ ഇടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, യോശുവ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയൊരു ജനം നിലവിളിയോടുകൂടെ ഞങ്ങളെ നടത്തിയ ദൈവത്തെ ഞങ്ങൾ സേവിക്കുമെന്ന് തീരുമാനമെടുക്കുവാനിടയായി. ആ തീരുമാനത്തിന്റെ പിന്നിലുള്ള ചേതോവികാരം ഒരേ ഒരു കാര്യമാ. യോശുവ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയായിരിക്കുന്നുവോ എനിക്കതൊരു വിഷയമല്ല, ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുടുംബമായി യഹോവയ്ക്ക് ആർപ്പെട്ട ചില വ്യക്തി ജീവിതങ്ങളെ ഈ പകൽക്കാലം, കുടുംബങ്ങളെ ഈ പകൽക്കാലം ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വേഗത്തിൽ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 53-ാം വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 53-ാം വാക്യം. മതി. പ്രിയപ്പെട്ടവരെ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്ക് അവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ, ആമേൻ. യോഹന്നാന്റെ സുവിശേഷം, അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും, അദ്ദേഹം ഒരു രാജ്യഭൃത്യനായിരുന്നു. അദ്ദേഹവും കുടുംബവും വളരെ പ്രതിസന്ധിയിലായിരുന്നു. തന്റെ കുഞ്ഞുങ്ങൾ തന്റെ ഒരു മകന് മരണത്തെ മുഖാമുഖമായി കണ്ടിരിക്കുക. ഒരുപക്ഷെ ഡോക്ടർമാരെ കാണിച്ചിരിക്കാം, അന്നത്തെ വൈദ്യന്മാരെ കാണിച്ചിരിക്കാം. എന്നാൽ മകൻ അധികം താമസിയാതെ അവന്റെ ജീവൻ പോകുമെന്നറിഞ്ഞപ്പോൾ യേശുവിനെ കുറിച്ചുള്ള ശ്രുതി അദ്ദേഹം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ വീണ്ടും വൈദ്യന്മാരുടെ അടുക്കിലേക്ക് ഓടിയില്ല. എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, ലോകം വൈദ്യശാസ്ത്രം നിനക്കെതിരായി വിധി എഴുതിയെങ്കിലും നീ ഓടേണ്ടത് വൈദ്യന്മാരുടെ പുറകാലെയല്ല. നീ ഓടേണ്ടത് നിന്നെ വീണ്ടെടുത്തൊരു അരുമനാഥനുണ്ട്, നിനക്ക് ജീവൻ നൽകിയ ഒരു ദൈവമുണ്ട്, നിന്നെ വീണ്ടും ചേർക്കുവാൻ വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നീ അന്വേഷിക്കേണ്ടത്. നിങ്ങൾ ഓർക്കുക, കർത്താവിന്റെ വരശുള്ള കാലത്ത് അനേകരെ വിടുവിച്ചവനായ ദൈവം, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവനായ ദൈവം, നൈലിലെ വിധവയുടെ മകന് സൗമഞ്ചത്തിൽ തൊട്ട് അവനെ വിടുവിച്ചവനായ ഒരു ദൈവം. ഇങ്ങനെയുള്ള കാലഘട്ടത്തില് ആ രാജഭൃത്യനെ ഒരു കാര്യം മനസ്സിലായി, എന്റെ മകനെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരേ ഒരാള്
യഹൂദന്മാരുടെ മിശിഹയാണ്. ആമേൻ. അവനോട് ഞാൻ പറഞ്ഞാൽ എന്റെ കാര്യത്തിന് ആമേൻ തീർപ്പുണ്ടാകുമെന്ന് അവൻ വിശ്വസിപ്പാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അവൻ ഹെരോദാവിന്റെ കൊട്ടാരത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. ഈ രാജപുത്രന് അവൻ യേശുവിന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ പറയുകയാണ്, എന്റെ മകൻ രോഗിയായി മരണാസന്നനായിരിക്കുന്നു, അവനെ സുഖപ്പെടുത്തേണം എന്ന് അപേക്ഷിച്ചു. ചോദിച്ചാൽ നമ്മുടെ വിളിക്ക് അരികിൽ നിൽക്കുന്നവനായൊരു ദൈവം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവനായൊരു ദൈവം. ഇവനൊരു ഭാഗ്യം ലഭിച്ചു. ഇവൻ യേശുവിന്റെ അടുക്കലാണ് ചെന്നത്. അവൻ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ മകൻ മരണാസന്നനായി കിടക്കുക, ആമേൻ, അവനെ സുഖപ്പെടുത്തണമേ. യേശു ഒന്നും പറഞ്ഞില്ല, ഞാൻ അവനെ സുഖപ്പെടുത്താമോ ഇല്ലയോ ഒന്നൊന്നും അവിടെ പറഞ്ഞിരിക്കുന്നില്ല. അവനില് നോക്കിയേ, അനേക വൈദ്യന്മാർ ആ കാലങ്ങളിൽ ഉണ്ടായിരിക്കാം. എന്നാൽ മഹാവൈദ്യനായ അവൻ യേശുവിന്റെ അടുക്കല് അവൻ കടന്നു വന്നപ്പോൾ യേശു പറഞ്ഞ ഒരേ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. അവനോട് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവനത് വിശ്വാസമായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ പഠിക്കാനായിട്ടുള്ളത്? യേശു പറഞ്ഞത് അവൻ വിശ്വസിച്ചു. നമുക്കില്ലാത്ത വിശ്വാസമില്ലായ്മയാണ്. കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് വിശ്വാസമില്ല. ഒരുപക്ഷെ നമ്മൾ ശാരീരികമായി രോഗികളായിരിക്കാം. രോഗസൗഖ്യം ദൈവപൈതലിന്റെ അവകാശമാണ്. അമേന വചനത്തിലൂടെ ദൈവദാസൻ സംസാരിക്കുമ്പോൾ നീ രോഗിക്ക് ദൈവം സൗഖ്യം നൽകുന്നവനാണെന്ന് വിശ്വസിച്ചാൽ അത് എനിക്കാണെന്ന് ഓർത്ത് ദൈവത്തിൽ ആശ്രയം വെച്ച് എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കുന്നവനാ ഇന്നും നമ്മുടെ കർത്താവ്. അവന്റെ കൈ കുറുതായി പോയിട്ടില്ല, അവന്റെ ചെവി മന്ദമായിട്ടില്ല. ഇന്ന് സഹായിപ്പാൻ കഴിയാതെ വണ്ണം ഉള്ളവനല്ല അവനെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകരുത്. ആ രാജഭൃത്യന്റെ അനുഭവം നിങ്ങൾ നോക്ക്. അവനോട് ഇത്രേ പറഞ്ഞുള്ളൂ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അവൻ അവിശ്വാസിയാകാതെ യേശുവിന്റെ വാക്കുകൾ വിശ്വസിച്ചു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുവിന്റെ വചനമാ. ഈ ഓൺലൈനിലൂടെ ഞങ്ങളെ കേൾക്കുന്നവരോട് വളരെ സ്നേഹത്തോടെ താഴ്മയോടെ ഓർപ്പിക്കട്ടെ, നിങ്ങൾ രോഗികളാണോ? നിങ്ങൾ ഭാരത്തിലായിരിക്കുന്നു? എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാ, നിങ്ങൾ ഇങ്ങനെന്ന് പറഞ്ഞാൽ മതി, യേശുവേ എന്നെ ഒന്ന് സൗഖ്യപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ യേശു ഉടനെ തന്നെ ആ സൗഖ്യം നിങ്ങളുടെ മേൽ വ്യാപരിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ആ രാജഭൃത്യൻ നിങ്ങളുടെ വീട്ടിലിരുന്ന് വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളില് വായിക്കുമ്പോൾ രാജഭൃത്യനെയും കുടുംബത്തെയും കുറിച്ച് കാണുവാൻ കഴിയും. യേശു പറഞ്ഞത് അവൻ വിശ്വസിച്ചു. വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ അവൻ യേശുവിന് നന്ദി പറഞ്ഞു കാണും. അതൊന്നും ഇവിടെ രേഖപ്പെടുത്തിയില്ലെന്നുള്ളൂ. വിശ്വസിച്ചത് കൊണ്ട് അവൻ നന്ദി പറഞ്ഞത്. അവൻ നന്ദി പറഞ്ഞിട്ട് അവന്റെ വീട്ടിലേക്ക് പോയി. എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് പോയത്? നമ്മളത് പറയൂ, യേശുവേ അവൻ മരണാസന്നനായി കിടക്കുക, നീ ഇവിടെ എന്റെ കൂടെ ഒന്ന് വരൂ കർത്താവേ എന്ന് നമ്മൾ പറയും. അവനൊരു കാര്യം മനസ്സിലായി, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കുമെന്ന് അവൻ അറിയാമായിരുന്നത് കൊണ്ട് അവനത് വിശ്വസിച്ച് അവന്റെ വീട്ടിലേക്ക് പോയി. വീടിന്റെ അടുക്ക എത്തിയപ്പോൾ ചില ഭൃത്യന്മാർ ഓടി വന്ന് പറഞ്ഞു, കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു. അവൻ സമയം ചോദിച്ചറിഞ്ഞു. അവർക്ക് അന്ന് വാച്ചോ ഉണ്ടോ എന്നൊക്കെ അറിയില്ല, എങ്കിലും യേശു പറഞ്ഞ സമയം അവൻ ഏറെക്കുറെ അറിയാമായിരുന്നു. അതുകൊണ്ട് ചോദിച്ച് എപ്പോഴാ, ചില മിനിറ്റുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ അവൻ നടന്നു വരാനുള്ള സമയത്തിന് മുൻപാണ് സൗഖ്യമായിരിക്കുന്നത് എന്ന് അവനെ മനസ്സിലാക്കുവാനിടയായി. അപ്പൊ ഈ യേശു എത്ര നല്ലവനാ, അവൻ എത്ര മതിയായവനാ, അവൻ നമ്മളെ സൗഖ്യമാക്കുവാൻ കടന്നു വരുന്ന ദൈവമാ. വിശ്വസിച്ചാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മഹത്വം എനിക്ക് നിങ്ങൾക്കും കാണുവാനായിട്ട് കഴിയും. ഒന്ന്, യേശു പറഞ്ഞത് അവൻ വിശ്വസിച്ചു. ആ വിശ്വാസം കാരണമായി, അത് ഹേതുവായി അവൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവന്റെ മകൻ സുഖം പ്രാപിച്ച വിവരം അവൻ അറിഞ്ഞു. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ് അവൻ മനസ്സിലാക്കിയ 3 കാര്യങ്ങളൂടെ ഞാൻ ഇവിടെ പറഞ്ഞ് മുൻപോട്ട് വേഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ ശക്തി തന്റെ മകനിലൂടെ വ്യാപരിച്ചത്, തന്റെ മകൻ എഴുന്നേറ്റ് നിന്ന് ആഹാരം കഴിക്കുന്നത് കണ്ടപ്പോൾ ആ യേശുവിന്റെ ശക്തി അവനിലേക്ക് വ്യാപരിച്ചത് അവൻ വിശ്വസിച്ചു. അങ്ങനെയാണെങ്കിൽ രാജഭൃത്തിനൊരു സന്ദേശമുണ്ട്. എല്ലാവരും പറയാം, എന്താണെന്നറിയാമോ? എന്റെ യേശു ഒരു വാക്ക് നിന്നോട് പറഞ്ഞാൽ
അതതുപോലെ തന്നെ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ രാജഭൃത്യനും അനേകരോട് ഈ വിഷയം പറഞ്ഞു കാണും. എന്റെ യേശു അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ മകൻ സൗഖ്യമായിരിക്കുന്നു എന്ന് പലരോട് സുവിശേഷം അറിയിച്ചു കാണും. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രയോ സൗഖ്യങ്ങൾ ദൈവം നൽകി, എത്രയോ വിടുതൽ നമുക്ക് നൽകി, എത്രയോ നന്മകൾ നൽകി. ആ നന്മകളെ കുറിച്ച് നമ്മൾ സാക്ഷികളായി തീർന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അവൻ ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നുണ്ട്. ഞാനും നിങ്ങളും സാക്ഷികളായി തീരണമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഒന്ന്, യേശുവിന്റെ ശക്തി തന്റെ മകനിലൂടെ അവൻ തിരിച്ചറിഞ്ഞു. രണ്ട്, അവൻ യേശുവിനെ വിശ്വസിച്ചത് കൊണ്ട് ഹല്ലേലൂയ ആ സൗഖ്യമുണ്ടായി എന്ന് അവന് ബോധ്യമായി. അപ്പൊ നമ്മൾ ഓർത്തോണം, യേശുവുള്ള വിശ്വാസത്താൽ അല്ലാതെ സൗഖ്യം പ്രാപിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ സുവിശേഷകരെയോ ഉപദേശിമാരെയോ വചനം ഘോഷിക്കുന്നവരെയോ നോക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ വചനമാണോ പ്രസംഗിക്കപ്പെടുന്നത്? ആ വചനത്തിൽ വിശ്വസിച്ചാൽ, അത് യേശുവിന്റെ വചനമാണെന്ന് വിശ്വസിച്ചാൽ ആ സൗഖ്യമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ് എന്റെ മകൻ സൗഖ്യമായതെന്ന് അവൻ വിശ്വസിക്കുവാൻ ഇടയായിത്തീർന്നു. ഒന്ന്, അവൻ യേശുവിന്റെ ശക്തി തിരിച്ചറിഞ്ഞു. ശക്തിഹീനനായ എന്നെ നിറയ്ക്കെന്റെ കൃപകളാൽ നിറയ്ക്കെന്റെ കൃപകളാൽ താരിക സ്വർഗീയ ഭാഷ മാറന്നു സുഖിപ്പഞ്ഞ മണവാളയേശുവോടെ തന്റെ കാന്തയാക്കി തീർത്താതിനേ യേശുവിന്റെ ശക്തി അവൻ തിരിച്ചറിഞ്ഞു. എപ്പോഴാ? മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അത് അവനൊരു കാര്യം ബോധ്യമായി. ഞാൻ യേശു പറഞ്ഞത് അതേപോലെ വിശ്വസിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, അവന്റെ പരിചാരകരും അവിടെ ഉണ്ടായിരുന്ന ആളുകളും അവന്റെ കുടുംബവും ഒക്കെ ഈ വിവരം അറിഞ്ഞ് ഒരുപക്ഷെ യേശുവിൽ വിശ്വസിച്ച് കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ യോശുവ പറഞ്ഞതുപോലെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവനും അവന്റെ കുടുംബത്തെയും രക്ഷയിലേക്ക് ദൈവം നടത്തി. രക്ഷ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ പറയാമോ? ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. അപ്പൊ നമ്മൾ ശിക്ഷിക്കപ്പെടേണ്ടവരാ. ദൈവത്തെ അറിയാത്തവർ ശിക്ഷിക്കപ്പെടേണ്ടവരാ. അവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ യാതനാ സ്ഥലത്തു നിന്നുള്ള ഒരു വിടുതല് നമുക്ക് ദൈവം നൽകുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവനും കുടുംബവും രക്ഷയിലേക്ക് കടന്നു വരുവാനിടയായി. അതിനിമിത്തം ഒരുപക്ഷെ അനേകര് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിലുള്ള കാര്യങ്ങള് അതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഒരു ഈ വേദപുസ്തകം യേശു ക്രിസ്തു ചെയ്തത് വേദപുസ്തകത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും സാക്ഷികളുടെ കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്താൻ പോയാൽ ഒരു ആ വേദപുസ്തകം ഈ ലോകത്ത് തന്നെ തികയത്തില്ലെന്ന്. അത്രയും പേപ്പേഴ്സ് കൊണ്ട് പോലും തികയത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ രാജഭൃത്യനൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം പാടുകയാണെങ്കിൽ ഇങ്ങനെ പാടും: എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണ്. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്ക് മതി എനിക്കത് മതിയേ, ഒരു വാക്ക് മതി എനിക്കത് മതിയേ. ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണ്. അസാധ്യമൊന്നും ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാരുമില്ലേ. അസാധ്യമൊന്നും ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ.
എനിക്കത് മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണ്. രാജഭൃത്തിന് ഇതേ പറയാറുള്ളൂ, എന്റെ പുരയ്ക്കകത്തുനിന്ന് വരാൻ ഞാൻ പോരാത്തവനാ. നിന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാ. പക്ഷേ നിന്റെ ഒരു വാക്ക് മതി, നിന്റെ ഒരു വാക്ക് മതി എന്റെ മകന് സൗഖ്യം ലഭിക്കുവാന്. പ്രിയപ്പെട്ടവരെ, അവന്റെ വിശ്വാസം ഹേതുവായി അവന്റെ കുഞ്ഞിന് ദൈവ സൗഖ്യം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സമയം എന്റെ കർത്താവിനൊരു വിഷയമല്ല, അത് എപ്പോഴാണെന്ന് വിഷയമല്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ ഏത് സമയത്താണോ നിങ്ങൾ കണ്ണനോട് പ്രാർത്ഥിക്കുന്നത്, ഹൃദയദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്നത്, ആ സമയം തന്നെ എന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തായി തീരണം? വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക കുടുംബമായി രക്ഷയുടെ പാതയ്ക്കാർപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാമത്തെ സംഭവമായി നമ്മൾ കണ്ടത് രാജഭൃത്യനും കുടുംബവും യേശുവിൽ നിന്നുള്ള രക്ഷ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. രണ്ടാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അതിന്റെ 10-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. പിറ്റേന്നാൾ കൈസരിയിൽ എത്തി ചർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവെച്ചു അവർക്കായി കാത്തിരുന്നു. പത്രോസെ അകത്ത് കയറിയപ്പോൾ കൊർന്നലിയോസ് എതിരേറ്റ് അവരുടെ കാൽക്കൽ വീണു. മതി പ്രിയപ്പെട്ടവരെ, സംഭവങ്ങൾ നമുക്കറിയാം. ഇതെന്താണെന്നറിയാമോ? ആമേൻ, യേശു ക്രിസ്തുവിന്റെ രക്ഷ കരസ്ഥമാക്കി കുടുംബമായി യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഗുരുവാക്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, യോശുവ പറയുകയാണ്, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ സേവിക്കൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. പത്രോസ്ലീഹായെ കുറിച്ച് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അവൻ യോപ്പയിൽ ഇരിക്കുമ്പോൾ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദർശനം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കൊർന്നല്യോസ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന് ഒരു ദർശനം, അല്ലെങ്കിൽ ഒരു ശുഭ്രവസ്ത്രധാരിയായ ഒരു ദൂതൻ കടന്നു വന്ന് അവനോട് സംസാരിക്കുന്ന ആ അനുഭവം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ഈ രണ്ട് സംഭവങ്ങളും ഒരേ സമയം നടക്കുന്ന കാര്യമാണെന്ന് വേദപുസ്തകം പറയുകയാണ്. ഇവിടെ പത്രോസിനെ കുറിച്ച് പറയുകയാണ്. പത്രോസ് ദൈവത്തിന് സ്തോത്രം യോപ്പയിലായിരിക്കുന്നു. അവന് കടൽ തീരത്തുള്ള ഒരു പട്ടണത്തില് ആയിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം അവനൊരു ദർശനം കൊടുക്കുക. പക്ഷെ ദർശനത്തിന്റെ പിന്നിൽ മറ്റൊരാളുടെ പ്രാർത്ഥനയുണ്ട്. പ്രിയപ്പെട്ടവരെ, കൊർന്നല്യോസിനെ കുറിച്ച് പത്രോസിനെ കുറിച്ചും നമ്മളിങ്ങനെ ചിന്തിക്കുന്നതിന് മുൻപ് ഈ പത്രോസിനുള്ള ദർശനം എന്താണെന്ന് നമുക്ക് നോക്കാം. 3 പ്രാവശ്യം ഈ ദർശനം പത്രോസ് കാണുന്നുണ്ട്. ഒരു ദുപ്പറ്റി സ്വർഗത്തിൽ നിന്ന് 4 കോണും കെട്ടി അവന്റെ മുന്നിലേക്ക് ഇറക്കുകയാണ്. അതിന് അവർക്ക് ഭക്ഷിപ്പാൻ കഴിയാത്ത നാൽക്കാലികൾ ഇഴജന്തുക്കളും ഒക്കെ ഉണ്ടെന്ന് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിലിരുന്ന് നിങ്ങളെ ഭാഗം വായിക്കുക. നാൽക്കാലികൾ ഇഴജന്തുക്കളും പറവുകളും ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഒരു ശബ്ദം കേട്ടു, തിന്നുക എന്ന ശബ്ദം കേട്ടു. അന്നേരം പത്രോസ്ലീഹ പറയുകയാണ്, അശുദ്ധമായതിനെ തിന്നുവാൻ പാടില്ലാത്തത് കൊണ്ട് അവനത് നിരസിക്കുകയാണ്. ഉടനെ ദൈവം പറയുകയാണ്, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് പറയരുത് എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഈ ദർശനം എന്തെന്ന് വിചാരിച്ച് അവനിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ കൊർന്നല്യോസ് തന്റെ ഉദ്യോഗസ്ഥരെ അവന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. പ്രിയപ്പെട്ടവരെ, അവൻ താമസിക്കുന്ന ഭവനത്തിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ കടന്നു എന്നിട്ട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, കൊർന്നല്യോസ് കൈസരയിൽ ഉണ്ടായിരുന്നു. കൊർന്നല്യോസ് ചില്ലറ ആളൊന്നുമല്ല കേട്ടോ, അവൻ റോമൻ ശതാധിപനായിരുന്നു. 100 സൈനികരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഒരു വിജാതീയനായിരുന്നു. അപ്പം കാര്യങ്ങളുടെ ഗൗരവം ഇങ്ങനെയാണ്. അവനൊരു വിജാതീയനായിരുന്നു, എന്നാൽ അവൻ സമ്പന്നനായിരുന്നു. പക്ഷേ അവന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അവൻ ഭക്തനായിരുന്നു. അല്ലെ, ഇന്ന് നമുക്ക് അനേക ഭക്തന്മാരെ കാണാൻ അല്ലേ? അവർക്ക് ഈ അനേക നാമധേയ ഭക്തന്മാര് ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചിട്ടില്ല. നാമധേയ ഭക്തന്മാര് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥ ഭക്തനായിട്ട് നമ്മൾ തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവഭക്തനായിരുന്നു. മാത്രമല്ല, അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. 3ാമതൊരു ക്വാളിറ്റി ഉണ്ട്, അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനായിരുന്നു. വീണ്ടും പറയുകയാണ്, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അപ്പൊ ദർശനം എവിടെയാണ് ലഭിക്കുന്നത്?
അവൻ ശതാധിപൻ എന്ന് പറഞ്ഞാൽ അവനൊരു ദൈവത്തിന് സ്തോത്ര, അവനൊരു വിജാതിനായിട്ടുകൂടെ അവന് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ യേശുവിനെ അറിയില്ലായിരുന്നു. അവന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ അവൻ പറഞ്ഞു? അവൻ ഭക്തനാണ്. ഇതാ യഹൂദന്മാരുടെ ദൈവത്തിൽ യഹോവയാ ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നു. അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. അവൻ വിജാതിയനായിട്ടുകൂടെ ദൈവത്തെ ഭയപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരമാ അവന് ആ കാഴ്ച കണ്ടപ്പോൾ ഒരു ദൂതൻ ശുഭ്രവസ്ത്രധാരിയായി മിന്നുന്ന വെട്ടത്തിൽ അവന്റെ മുമ്പിൽ വന്നിട്ട് ഇന്ന സ്ഥലത്ത് പത്രോസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, നീ അവിടെ ചെന്ന് നിന്റെ ഭവനത്തിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുവാ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ദർശനം കണ്ട്, പത്രോസ് ദർശനം കണ്ട് എന്താ ചെയ്യുക എന്നറിയാതെ, ഈ ദർശനത്തിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലാക്കാതെ ഇരുന്നപ്പോഴാണ് ഇവര് കടന്നു വന്നത്. ഒരു വിജാതനായ കൊർന്നല്യോസ്, ശതാധിപനായ കൊർന്നല്യോസ് ഞങ്ങളെ അയച്ചിരിക്കുക. അവന് ഭക്തനാണ്, അവന് ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, അവൻ ദാനധർമ്മം ചെയ്യുന്നവനാണ്, അവൻ ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നവനാ. അവന്റെ വീട്ടിലേക്ക് നിന്നെ ക്ഷണിക്കുകയാണ്. അവൻ വിജാതി എന്ന് കേട്ടപ്പോൾ തന്നെ പത്രോസിന് ബോധ്യപ്പെട്ടു, ഹല്ലേലൂയ, ഞാൻ കണ്ട ആ ദർശനം മറ്റൊന്നുമായിരുന്നില്ല. യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നത് എല്ലാവർക്കും വേണ്ടിയാ. അവന്റെ ജനനത്തിങ്കൽ ഇങ്ങനെ പറഞ്ഞു, സർവ്വജനങ്ങൾക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൂതന്മാര് പറഞ്ഞ ആ സന്ദേശം എല്ലാവർക്കും വേണ്ടിയുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ അവനൊരു മടിയും കൂടാതെ, അതുവരെ യഹൂദന്മാർക്ക് വേണ്ടി പ്രസംഗിക്കാൻ നടന്ന പത്രോസ് ഒരു മടിയും കൂടാതെ അവിജാതിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നപ്പോൾ അവനെ തന്നെ അമ്പരിപ്പിക്കുമാറും അവന്റെ വീട് തുറച്ച് ആളുകളെ അവൻ കൂട്ടിയിരിക്കുക. അവന്റെ ഭൃത്യന്മാരെ കൂടാതെ, അയൽക്കാരെ കൂടാതെ, രാജാവിന്റെ അനേക ആളുകളെ കൂടാതെ വലിയൊരു സംഘം അവന്റെ വീട്ടിൽ കടന്നു വന്നിരിക്കുക. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? യേശുവിനെ കുറിച്ച് അവിടെ പ്രസംഗിച്ചു. അപ്പോ ആരെയാ പ്രസംഗിക്കേണ്ടത്? യേശുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. ഒരാൾക്കെങ്കിലും യേശുവിനെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നല്ലവനാ. എനിക്ക് കൂടുതലൊന്നും പറയണ്ട. യേശു നല്ലവനാ. ഈ 71 വയസ്സ് വരെയും എന്നെ നടത്തിയ ദൈവമെന്ന് ഒരാളോട് സാക്ഷ്യം പറഞ്ഞാൽ അത് വലിയ അനുഭവം. ഞാൻ എന്റെ കടയിൽ വരുമ്പോ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ 71 വയസ്സ് വരെ നടത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം നല്ലവനാ. ആ ദൈവത്തെ നിങ്ങളും അറിയുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ അവിടെ അവൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. യേശു യഹൂദന്മാരിലേക്ക് കടന്നു വന്നു. അവരും അവനെ ദേഷിച്ചു. പിതാക്കന്മാർ അവനെ ക്രൂശിപ്പാൻ പീലാത്തോസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവരതിനു വേണ്ടി ശടിച്ചു. ഒടുവിൽ അവൻ കാൽവരിയിൽ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായിട്ട് താൻ ജീവത്യാഗം ചെയ്തു. ദൈവത്തെ മാത്രം അറിഞ്ഞിരുന്ന വിജാതനായിരുന്ന കൊർന്നല്യോസ് തന്റെ ജീവിതത്തിൽ തന്നെ വീണ്ടെടുക്കുന്ന, തന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വചനം കേട്ടപ്പോൾ വിശ്വസിച്ചു. ആ പൗലോസ് പറയുന്നത്, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? അല്ലെ, ഞങ്ങൾ പറയാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? പോകാതെ എങ്ങനെ പ്രസംഗിക്കും? ലോകം മുഴുവൻ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ ഹൃദയത്തിൽ യേശുവിനെ നീ സ്വീകരിച്ചിട്ടുണ്ടോ? നിന്റെ കൈമുഷ്ടിയോളം വലുപ്പമുള്ള നിന്റെ ഹൃദയത്തിലേക്ക് എന്റെ യേശുവേ, എന്റെ ഹൃദയത്തിൽ ഒന്ന് വരണമേ. നോക്കിയേ, ഒരു വിജാതനായിരുന്ന കൊർന്നല്യോസിന് യേശുവിനെ ആവശ്യമായിരുന്നുവെങ്കിൽ, ഒരു രാജ്യഭൃത്യനും കുടുംബവും യേശുവിനെ ആവശ്യമായിരുന്നെങ്കിൽ അവർക്ക് വിടുതൽ കൊടുത്തപ്പോൾ അവർ വിശ്വസിച്ചുവെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കൊർന്നല്യോസും കുടുംബവും ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അനുഭവിക്കുകയും അവർ വീടടക്കം ആനന്ദിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കോണേ, ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ, അല്ലേ, ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ, ഹല്ലേലൂയ, ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ അവന്റെ കുടുംബം അവന്റെ പ്രിയപ്പെട്ടവൾ മാനസാന്തരപ്പെടും, അവന്റെ കുഞ്ഞുങ്ങൾ മാനസാന്തരപ്പെടും. അപ്പോ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ ദൈവമേ സേവിക്കും.
ഹല്ലേലൂയ. അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ അതെന്തൊരു സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ അമ്മയും നമ്മള് ഈ രണ്ട് ദർശനങ്ങളും ഒരേ സമയം നടന്ന ദർശനമാണ്. അപ്പൊ നോക്കിക്കോണേ, രണ്ട് സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാക്കുന്നുവെന്ന് ദൈവവചനം പുതിയ നിയമസ്ഥയിലായ നമ്മളോട് സാക്ഷിക്കുന്നുവെങ്കിൽ, എന്നോട് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാരമുള്ള പ്രയാസമുള്ള വിഷയങ്ങളാണെങ്കിൽ ദൈവം തന്റെ ദാസന്മാരെ മറ്റൊരാൾക്കും അത് വെളിപ്പെടുത്തി കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാന് മുൻപോട്ട് പോകട്ടെ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ആമേൻ കൊർന്നല്യോസും കുടുംബവും രക്ഷ പ്രാപിച്ചു. അവിടെയും ധാരാളം ആളുകള് ഈ വിശ്വാസത്തിലേക്ക് വന്നു കാണാം. നമുക്കറിയില്ല, അതൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികളിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ വലിയൊരു ജനതയുണ്ട്. മറന്നു പോകരുത്. ആ കൂട്ടത്തിൽ എന്നെ കൂടെ ചേർക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ അവരെ രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ നിന്റെ ഹൃദയത്തിലേക്ക് യേശു വരികയാ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3:20 പറഞ്ഞത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുക. ലോകത്തെല്ലായിടത്തും ഈ സുവിശേഷം അറിയിക്കുമ്പോൾ അത് കേൾക്കുന്നവന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ അവൻ മുട്ടുകയാ. ഹൃദയം തുറന്നു കൊടുക്കുവാൻ സഹോദര, സഹോദരി, നീ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ നിന്റെ വലങ്കരത്വം പിടിച്ചോളും. നിന്റെ രക്ഷകനായി നിന്നെ നടത്തിക്കോളും. നിന്റെ മരണം വരെ, നിന്റെ ജീവിത അവസാനം വരെ അവൻ നിന്നെ നടത്തിക്കോളും. ആ ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. മറ്റുള്ള പലരും നിങ്ങളെ കൈവിട്ടു പോകുമ്പോഴും നിങ്ങളെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. അത് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറക്കരുത്. ആമേൻ. കൊർന്നല്യോസിന്റെ ഭവനത്തിലും അങ്ങനെ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. അത് ഇങ്ങനെയാ, സ്തോത്രം. ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പാടി, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ. ഞാൻ പറഞ്ഞ ഈ രണ്ട് സംഭവങ്ങളിലും മറ്റ് അനേകരും മനസ്സാന്തരപ്പെട്ടിട്ടുണ്ട്. ഭക്തനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പാടി, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഉണർന്നാൽ എൻ ദേശം ഉണരും, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ. എന്നിട്ട് പറയുക, എൻ ഭവനമാകും യെരൂശലേമും. അങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞ്, നിങ്ങൾ ആദ്യ യെരൂശലേമിലും പിന്നീട് യഹൂദിയയിലും പിന്നെ ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകാനാ. അപ്പൊ ഒരു വ്യക്തി അവന്റെ ഭവനത്തിൽ അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ, ആത്മാവിനാൽ അവനെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ആ യെരൂശലേമിൽ ഒരു ആത്മീയ ഉണർവുണ്ടാകും. ആമേൻ. മാത്രമല്ല അവിടെ പറയുകയാണ്, നിന്റെ ഭവനം ഉണരും, യെരൂശലേം ഉണരും, നിന്റെ സഭ ഉണരും. ആമേൻ. മാത്രമല്ല മറ്റ് സ്ഥലങ്ങളും ആത്മാവാൽ ഉണരും. അതിന്റെ ബാക്കിയുള്ള വാദി പറയുന്നു, സ്നേഹിതരാകും യഹൂദ്യയും ഉണരും, ആത്മാവിനാൽ ഉണരും. വിജാതീയരാകും ശമരിയായും ഉണരും, ആത്മാവിനാൽ ഉണരും. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഉണർന്നാൽ എൻ ഭവനം ഉണരും, ഞാൻ ഉണർന്നാൽ എൻ ഇടവക ഉണരും, ഞാൻ ഉണർന്നാൽ എൻ സഭ ഉണരും, ഞാൻ ഉണർന്നാൽ എൻ ഭാരതം ഉണരും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലേറെ ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ രക്ഷയെ കുറിച്ച് ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച അഭക്തനായ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഉണർന്നാൽ എൻ ഭവനം ഉണരും, ഞാൻ ഉണർന്നാൽ എൻ സമയം ഉണരും, ഞാൻ ഉണർന്നാൽ എൻ ദേശം ഉണരും, ഞാൻ ഉണർന്നാൽ എൻ ഭാരതം ഉണരും. അപ്പൊ എന്നെ കണ്ട് മറ്റുള്ളവർ യേശുവിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് ആമേൻ അദ്ദേഹം നമ്മളെ ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞാന് ദൈവത്തിന് സ്തോത്രം, ഒരിക്കൽ ഗാന്ധിജി പറഞ്ഞ ഒരു വാക്യം കൂടെ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് ഇടയായി. ഗാന്ധിജി പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും യേശുവിനെ പോലെ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. എന്നാൽ 2-3 പേരെ കണ്ടു. ആമേൻ. സാധു സുന്ദർ സിംഗ്, അതുപോലെയുള്ള ഒരു എന്താ പറയുന്നത്, ഒരു സഹോദരി, ആമേൻ. അങ്ങനെ 2-3 പേരെ യേശുവിനെ പോലെ ജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, യേശുവിനെ പോലെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാ ഇന്ത്യയുടെ ആമേൻ മഹാത്മാഗാന്ധി പറഞ്ഞ വേള, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ നാളുകളിൽ ദേശം ഉണരുവാൻ, നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരുവാൻ
നമുക്ക് കഴിയണമെന്ന് ഗാന്ധിജി നമ്മളെ ഓർപ്പിക്കുകയാണ്. സാധു സുന്ദർ സിംഗിന് അത് കഴിഞ്ഞെങ്കിൽ ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആമേൻ, അങ്ങനെ അനേക സഹോദരിമാർക്ക് അത് കഴിഞ്ഞെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആമേൻ, നമ്മുടെ ജീവിതത്തിലും അത് കഴിയണമെന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. അതിന്റെ ഗുണമെന്നാ? ഒന്നാമത് നമ്മുടെ ഭവനം ഉണരണം, അല്ലേ? ഇടവക ഉണരണം, സമുദായം ഉണരണം, അല്ലെങ്കിൽ ദേശം ഉണരണം, ഭാരതം ഉണരണം. അതായിരിക്കണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ഒന്ന്, രാജഭക്തനും കുടുംബവും രക്ഷ അനുഭവത്തിലേക്ക് കടന്നു വന്നു. 2, കൊർന്നല്യോസും കുടുംബവും രക്ഷാനുഭവത്തിലേക്ക് കടന്നു വന്നു. മൂന്നാമതായി അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. മക്കതോനിയരുടെ ആ കാലത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർപ്പിയുമാവും. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർക്കും. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി. അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. മതി പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് മതി. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ലുദിയായും കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആരാണ് അവിടോട്ട് പോയത്? പൗലോസും ശീലാസും ഫിലിപ്പിയിൽ എത്തുമ്പോൾ അവിടെ താമസിച്ചു. കർത്ത ദിവസത്തില് പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ച് അവരൊരു പുഴക്കരയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പൊ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്നലെയാണ് എനിക്കത് വളരെ വ്യക്തമായി മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, പുഴക്കരയില് അനേക യഹൂദ സ്ത്രീകൾ കടന്നു വന്നിട്ടുണ്ട്. അവര് പലരും ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഞാനും അറിയാതെ പറഞ്ഞിട്ടുണ്ട്, അവര് തുണി അലക്കാൻ വന്നതായിരിക്കും. അതിനൊന്നുമല്ല അവർ വന്നത്. ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്, അവര് പുഴക്കരയിൽ വന്നത് മറ്റൊന്നുമല്ല, അവർ 10 ദിവസമാണ്. ഓർക്കണം, അവര് പ്രാർത്ഥിക്കാനാ കടന്നു വന്നത്. എന്തിനാ പുഴക്കരയിൽ കടന്നു വന്നെന്നറിയാമോ? അവിടെ ധാരാളം ജലമുണ്ട്. കാരണം അവിടെ ശുദ്ധീകരണത്തിന് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് കാലും കൈയും മുഖമൊക്കെ കഴുകുവാന് അവിടെ ശുദ്ധീകരണ ജലമുണ്ട്. അതുകൊണ്ട് ധാരാളം സ്ത്രീകൾ അവിടെ കൂടി വന്നു. എന്നാൽ ആ പ്രദേശത്ത് ഒരു സിനഗോഗ് ഇല്ലായിരുന്നു, പ്രാർത്ഥനാ സ്ഥലം യഹൂദന്മാർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് സിനഗോഗ് അന്വേഷിച്ച് കടന്നുപോയ പത്രോസും ശീലാസും പൗലോസും ശീലാസും അമേര പുഴക്കരയിൽ കടന്നു വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ കടന്നു വന്ന അനേക സ്ത്രീകളെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ഓർക്കണം, പ്രാർത്ഥിക്കാൻ അനേക സ്ത്രീകൾ കടന്നു വന്നു. അവർ കാലും കഴുകി കൈ കഴുകി എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവം ഒരാളെ ആകർഷിച്ചു, അത് ലുദിയായ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം തിരിച്ചറിയേണ്ടതിന് ലുദിയായുടെ ഹൃദയം ദൈവം തുറന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ലുദിയായെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, അവളൊരു കച്ചവടക്കാരിയായിരുന്നു, രക്താംബരം വിൽക്കുന്ന ഒരു സഹോദരിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. രക്താംബരം എന്ന് പറയുന്നത് ആമേൻ ഒരു വസ്ത്രത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അത് പർപ്പിൾ, ചുവപ്പ്, നീല എന്നീ നിറങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദ്വിതീയ വർണ്ണമാണെന്ന് അമേ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുണ്ടാക്കണമെങ്കിൽ ധാരാളം പണം ആവശ്യമുണ്ടാകണം. അത് എടുക്കുന്നത് അമേൻ ദൈവത്തിന് സ്തോത്രം കടലിലുള്ള അമേൻ ഒരു കക്കയിൽ നിന്നാണ് അതിന് ആവശ്യമായിട്ടുള്ള ആമേൻ മെറ്റീരിയൽസ് അവർ ശേഖരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ന് പ്രിയപ്പെട്ടവരെ, അവരൊരു മഹാസമ്പന്നയായ ഒരു സ്ത്രീ ആയിട്ടൂടെ ആമേൻ ദൈവം അവളോട് സ്നേഹമുണ്ടായി. ഹല്ലേലൂയ. അവളുടെ ഹൃദയത്തെ തുറന്നു. അവൾ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവളുടെ ഹൃദയം തുറന്നു. അവൾ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. ഹല്ലേലൂയ. രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. ഞാൻ ഇതോട് ഓർപ്പിക്കട്ടെ, ഈ അത് പറയുന്ന വയലറ്റും നീലയും ചേർന്ന ഒരടുത്ത വർണ്ണമായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. ഇത് ധരിച്ചിരുന്നത് ആരായിരുന്നറിയാമോ? ധനികരും രാജാക്കന്മാരുമായിരുന്നു. നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ കേൾക്കാനാണ് എല്ലാ വ്യാഴാഴ്ച വരാൻ പറയുന്നത്. പുതിയത് കേൾക്കാം. അമേൻ. ദൈവത്തിന്റെ സ്തോത്രം. അമേൻ. എന്താണ് ഇത് ധരിച്ചിരുന്നത്? ധനികരും രാജാക്കന്മാരുമായിരുന്നു. ഇത് വിലയേറിയ ഇത് ചിലവേറിയ നിറമായിരുന്നു. ഇത് ഉണ്ടാക്കണമെങ്കിൽ കടലിലെ ഒച്ചുകളിൽ നിന്നാണ് ഈ പ്രധാനമായി ഇത് നിർമ്മിച്ചിരുന്നത് എന്ന് അമേൻ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആ കാലങ്ങളിൽ സമ്പത്തിന്റെ പ്രതീകമായി ഈ ഉടുപ്പ് കണക്കാക്കിയിരുന്നു. മാത്രമല്ല രാജാക്കന്മാരും രാജകുമാരന്മാരും ഉപയോഗിച്ചിരുന്നു.
വൈദികർ പോലും പർപ്പിൾ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ടായിരുന്നുവെന്ന് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ആമേൻ. എന്നാൽ പ്രാർത്ഥിക്കാനായി പുഴവക്കത്ത് കൂടി വന്നിരുന്ന സ്ത്രീകളുടെ ലുദിയ എന്ന് പറയുന്ന ആ സ്ത്രീയാണ് ദൈവം അവരുടെ ഹൃദയം തുറക്കാൻ. അപ്പൊ അവരെന്താ, ഇവര് ഏറെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇവർ ഏറെ രേഖപ്പെടുത്തിയില്ലെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരായിരുന്നു. എന്നാൽ യഹോവയായ ദൈവത്തിലുള്ള വിശ്വാസമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പറയുകയാണ്, ആമേൻ, യഹൂദ ആചാരപ്രകാരമാണ്, ഞാൻ പറഞ്ഞല്ലോ, ആചാരപരമായ ശുദ്ധീകരണത്തിനാണ് വെള്ളം ആവശ്യമായിരുന്നത് കൊണ്ടാണ് സ്ത്രീകൾ അവിടെ കൂടിയിരുന്നത്. ആമേൻ. അതുകൊണ്ട് ഇവിടെ ഒരു വാക്യം ഞാൻ ഓർപ്പിക്കട്ടെ, പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ കാണുകയില്ല. ദൈവം എല്ലാവരെയും ആകർഷിക്കാൻ ആഗ്രഹിക്കുക. അതിനെന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവം ഒരു യഹോവയുണ്ട്, ദൈവമുണ്ടെന്നും ഭയപ്പെടണമെന്നും ഒരു ക്രിസ്തു ഉണ്ടെന്നും നമ്മൾ വിശ്വസിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരണം. അപ്പൊ അങ്ങനെ പിതാവ് ആകർഷിക്കാതെ പുത്രനെ ആർക്കും കാണാൻ കഴിയില്ല. എന്നാൽ ആ പുഴക്കരയിൽ ഒരു സ്ത്രീ, ദൈവത്തിന് സ്തോത്രം, പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് അവർ ക്രിസ്തുവിനെ അവരുടെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. അവർ മാനസാന്തരപ്പെട്ടു. പ്രിയപ്പെട്ടവര്, അങ്ങനെയാണെങ്കിൽ ഒരു പാട്ടുണ്ട്, ഒരു പഴയ പാട്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല. അത് ഇങ്ങനെയാണ്, ആ പാട്ട് ഇങ്ങനെയാണ്, പഴയൊരു പാട്ട്, മനോഹരമായ ഒരു പാട്ട്. ദൈവത്തിൻ കൃപയെ ചിന്തിക്കാൻ നവ്യ ജീവൻ നൽകിയതോർക്കാൻ, ദൈവത്തിൻ കൃപയെ ചിന്തിക്കാൻ നവ്യ ജീവൻ നൽകിയതോർക്കാൻ, എനിക്കായിട്ടെന്നു മൽക്കിസദേക്കിൽ ക്രമത്തിൽ പ്രധാന പുരോഹിതനായി സ്വർഗവിശുദ്ധ സ്ഥലത്തെത്തി വാഴുന്നവനെ നമുക്ക് സ്തുതിക്കാം. അവിടെ ഇങ്ങനെ ആ പാട്ടുകാരൻ പാടിയത്, നമുക്കായിട്ടിന്നും മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ പ്രധാന പുരോഹിതനായി സ്വർഗവിശുദ്ധ സ്ഥലത്തെത്തി വാഴുന്നവനെ നമുക്ക് സ്തുതിക്കാം. പഴയ പാട്ടാണ്, ഈണമൊന്നുമില്ല, അല്ലത്തര ഈണമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്നിട്ട് ഭക്തൻ പാടുകയാണ്, ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം, ദിവ്യ ജീവൻ നൽകിയതോർക്കാം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം, ദിവ്യ ജീവൻ നൽകിയതോർക്കാം. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ ദിവ്യ ജീവൻ നമ്മളിലേക്ക് കടന്നു വരികയാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ആമേൻ, എന്റെ പകൽക്കാലം ഞാൻ അല്പം നേരത്തെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ക്രൂശിൽ അവിടെ പറയുകയാണ്, ദൈവമേ, ആ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം അവന് മഹാപുരോഹിതനായി കടന്നു വന്നു, യാഗം അവനെ പൂർത്തീകരിച്ചു. എന്നിട്ട് സ്വർഗ വിശുദ്ധ സ്ഥലത്തെത്തി അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് വാഴുന്നവനാ, അവനെ സ്തുതിക്കാം. എല്ലാ ആളുകളും ദൈവത്തിൻ കൃപയെ ചിന്തിക്കണം. എന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ ദൈവം എന്നോട് കാണിച്ച കരുണ എത്ര വലുതാണ്. ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. ആമേൻ. പറഞ്ഞ പ്രധാന മഹാപുരോഹിതനായി ആകെ ഒരു മഹാപുരോഹിതനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാ. ആ മഹാപുരോഹിതനിൽ വിശ്വസിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ പുരോഹിത വർഗത്തിൽപ്പെട്ടവരായി തീരുകയാണ്. പുരോഹിത വർഗത്തിൽ ശ്രേഷ്ഠ പുരോഹിതന്മാരായി നമ്മൾ തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ആ മഹാപുരോഹിതനിൽ ആശ്രയിച്ചുകൊണ്ട് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാണ്ടൊക്കെ വേണം ദൈവം നമുക്കിടയാക്കട്ടെ. ആമേൻ. നമ്മളിവിടെ കണ്ടു എന്താണ് ലുദിയായും കുടുംബവും അവൾ പുഴവക്കത്ത് പ്രാർത്ഥിക്കാൻ പോയത്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കണം. ഒരു ദൈവമുണ്ട്, ഒരു ഈശ്വരനുണ്ട് എന്ന് വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കണം. നീ ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും, നീ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഒരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കണം. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, നിന്റെ ആവശ്യങ്ങളൊക്കെ നീ അറിയിക്കണം. അപ്പൊ ആമേൻ, ദൈവത്തിന് സ്തോത്രം. നിനക്ക് ചെയ്യാവുന്ന നന്മകളൊക്കെ നീ ചെയ്യണം. നീ ദൈവമകനാകുന്നതിന് മുമ്പും നന്മകളൊക്കെ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ആമേൻ, പിതാവ് നിന്നെ ആകർഷിക്കും. ക്രിസ്തുവിലുള്ള സ്നേഹം നിന്നിലേക്ക് അവരൊഴുക്കി തരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, ഈ ഓൺലൈനിലൂടെ കേൾക്കുന്ന ദൈവജനമേ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ലോകത്തിന്റെ നെറുകയിൽ നാട്ടിയിരിക്കുന്ന കുരിശിലേക്ക് ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് നോക്കുമോ? ആ ക്രൂശിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ ദൈവത്തിന് സ്തോത്രം കാണുന്നൊരു കാര്യമുണ്ട്. 3 കാര്യനിർമ്മാണികളാൽ മനുഷ്യപുത്രൻ അവിടെ തൂങ്ങിക്കിടക്കുക. അവൻ ദൈവപുത്രനായിരുന്നു.
എന്നാൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഒടുവില് ആമേൻ നമ്മളെ വീണ്ടെടുക്കേണ്ടതിന്, പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് ഒരു മനുഷ്യൻ തന്നെ, പാപമില്ലാത്ത ഒരു മനുഷ്യൻ തന്നെ ആമേൻ അവൻ പ്രായശ്ചിത്തമായി തീരണം. അതിന്റെ നേടായിരുന്നു പഴയ നിയമത്തിലെ യാഗങ്ങൾ മുഴുവൻ. ആമേൻ. രക്തം കൊണ്ടല്ലാതെ വിമോചനമില്ലെന്ന് ദൈവം ആദാമിനെ ഹവ്വയെയും പഠിപ്പിച്ചുവെങ്കിൽ ഹാവേല നിർവഹിച്ചു, കായീൻ നിർവഹിച്ചില്ല. കായീൻ അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ആ തഴയപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പഴയ നിയമത്തിലെ എല്ലാ ഭക്തന്മാരും വിശ്വസിച്ചിരുന്നു കാലദിവങ്ങൾ നസറേനായ യേശു ഭൂമിയിലേക്ക്, ദൈവത്തിന്റെ പുത്രനായിരിക്കുന്നവൻ, ദൂതന്മാരുടെ പ്രമോദമായിരിക്കുന്നവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവൻ മനുഷ്യനായി ജീവിച്ച് 33.5 വർഷം കഴിയുമ്പോൾ കാൽവരിയിൽ അവൻ നമുക്ക് വേണ്ടി ഒരു മൃഗതുല്യനായി യാഗമാവുകയും ചെയ്തുകൊണ്ട് സകല മനുഷ്യരെയും വീണ്ടെടുക്കുമെന്ന് പഴയ നിയമ ഭക്തന്മാർക്കറിയാമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, പുതിയ വിശ്വാസി, നിനക്ക് ഇതുവരെ ഇത് അറിയില്ലയോ? നിനക്ക് വേണ്ടിയാണ് യേശു ആ ലോകത്തിന്റെ മധ്യേ 3 കാര്യം പാടിയാൽ ആമേൻ ദൈവത്തിന് സ്വത്രം തൂങ്ങിക്കിടക്കുന്നതെന്ന് നീ ഓർക്കണം. എന്നിട്ട് ആ ക്രൂശിങ്കിലേക്കൊന്ന് നോക്കണം. ആമേൻ അവന്റെ തലയിലേക്കൊന്ന് നോക്കിയാൽ കണ്ണിൽ നിന്ന് ആമേൻ അവനെ ആമേൻ ദൈവത്തിന് സ്വന്തം കിരീടം ചൂടിച്ചിരുന്നു. ആ കിരീടം അടിച്ച് അവൻ താഴ്ത്തിയ കാരണം കൊണ്ട് കണ്ണിൽ നിന്ന് ആമേൻ ചോര, തലയിൽ നിന്ന് ചോര ഒഴുകി കണ്ണിലൂടെ വാർന്ന് അവന്റെ മുഖങ്ങളിലൂടെ താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഞാനും നിങ്ങളും തല കൊണ്ട് ചിന്തിച്ച പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് എന്റെ യേശു തലയിൽ കഷ്ടത അനുഭവിച്ചു. ഹല്ലേലൂയ. അവന്റെ ഇരുകൈകളിലേക്ക് വന്ന് നോക്കിക്കേ. അവന്റെ 2 കാലിരുമ്പാടികളാൽ ഇരുകൈകളും തറച്ചു വെച്ചിരിക്കുകയാ. എന്തിനാണെന്നറിയാമോ? ഞാനും നിങ്ങളും കൈകൊണ്ട് ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാ എന്റെ യേശുവിന്റെ കരങ്ങളിൽ ആണിയടിച്ചത്. ഒരു യാഗമായി തീരാനുള്ള യാഗമൃഗമായി അവൻ ആ കാൽവരി ക്രൂശിൽ കിടന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, അല്പം കൂടെ താഴേക്കൊന്ന് ദർശിക്കുമ്പോൾ ഒരു കാര്യം കാണുവാൻ കഴിയും. അവന്റെ കാലുകൾ ഒന്നിനു പുറകെ ചേർത്ത് വെച്ച് ഒരു വലിയ നീണ്ട കാലിരുമ്പാടി കൊണ്ട് അടിച്ച് തറച്ചിരിക്കുകയാണ്. നോക്കിയേ, മാറിലേക്കൊന്ന് ദർശിക്കുക. ഒരിക്കൽ ആമേൻ ദൈവത്തിന് സ്തോത്രം അവിശ്വസിച്ച ആമേൻ ഹല്ലേലൂയ തോമാസ് ശ്ലീഹ കൂടിയിരിക്കും. തോമാസ് ശ്ലീഹായും ശിഷ്യന്മാരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരുടെ നടുവിൽ യേശു കടന്നു വന്നിട്ട് പറഞ്ഞു, തോമാസേ, നീ ഇങ്ങോട്ട് വാ, എന്റെ വിലാവിൽ നിന്റെ കരമൊന്നിട്. അവനെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അത് നമ്മുടെ ദൈവം അറിഞ്ഞു. ഇവിടെ തീരുമാനം എടുക്കുമ്പോൾ ദൈവം അറിയുന്നു, അല്ലെ? തോമാസിനോട് ശിഷ്യന്മാര് പറഞ്ഞു, തോമാസിനോട് ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു, ഞങ്ങൾക്ക് മുൻപേ സ്ത്രീകൾ കണ്ടു. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആ സദ്വർത്തമാനം തോമാസിനോട് പറഞ്ഞപ്പോൾ തോമാസ് അത് വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവനെ വിശ്വസിപ്പിക്കുക മാത്രമല്ല, ലോകം മുഴുവൻ പോയി സുവിശേഷം അറിയിക്കുവാൻ അവനെ ഒരുക്കുകയും ചെയ്യേണ്ടതുള്ളത് കൊണ്ട് പിതാവ് തോമാസിനെ ആകർഷിച്ചതുകൊണ്ട് അവൻ തോമാസും ശിഷ്യന്മാരും കൂടിയിരിക്കുമ്പോൾ യേശു അവരുടെ ഇടയിൽ വന്നിട്ട് അവർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ആദ്യം യേശു പറഞ്ഞ കാര്യം ഇതാ, തോമസേ, നീ അല്പം മുൻപോട്ട് കടന്നു വരിക, എന്റെ വിലാവിലോട്ട് നീ ഒന്ന് കൈയിടുക. കൈയിട്ടാൽ അവൻ ദൈവത്തിന് സ്വന്തം നിനക്ക് വിശ്വാസം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തോമാസ് പറഞ്ഞ ഒരേ ഒരു ചെറിയ പ്രാർത്ഥന, ലോകത്തിൽ ഏറ്റവും വലിയ ചെറിയ പ്രാർത്ഥന ഏതാ? എന്താണെന്നറിയാമോ? തോമാസിന് കാര്യം ബോധ്യപ്പെട്ടു. എന്റെ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓൺലൈനിൽ കേൾക്കുന്ന ദൈവമല്ലേ, നമുക്ക് വിശ്വാസമുണ്ടോ? എന്റെ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നല്ലൊരു അഡ്വക്കേറ്റായി എനിക്ക് നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ആ കാലിലേക്കൊന്ന് നോക്കിക്കോ. കാലിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ട്. അപ്പൊ നോക്കിയ ശരീരം മുഴുവൻ വികലമാക്കപ്പെട്ടു. അവൻ അടിയേറ്റവനായിട്ട്, അവൻ ശരീരം മുഴുവൻ മാംസകഷ്ണങ്ങൾ പൊരിഞ്ഞവനായി തൂങ്ങിക്കിടക്കുന്ന എന്റെ യേശുവിന്റെ ആ മുഖത്തേക്ക് നീ ഒന്ന് നോക്കിയാൽ പിന്നെ നീ ആ യേശുവിനെ വിട്ട് എങ്ങോട്ടും പോകില്ല. കാരണം എനിക്ക് വേണ്ടിയാണ് യേശു
പാപയാഗമായി തീർന്നത്. എനിക്ക് വേണ്ടിയാണ്, എന്നെ വീണ്ടെടുക്കേണ്ടതിനാ ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ യേശു കാൽവരി ക്രൂശിൽ ഏറ്റെടുത്തു എന്ന് നമുക്ക് ബോധ്യം വരും. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോവുകയാ. ഇന്ന് എന്നെ കേൾക്കുന്ന ഒരു ദൈവവേദനെ നീ വിശ്വസിച്ചാൽ നിന്റെ കുടുംബത്തിലുള്ള നിന്റെ പ്രിയപ്പെട്ടവൾ വിശ്വസിക്കും. ആമേൻ. നിന്റെ പ്രിയപ്പെട്ടവൾ വിശ്വസിച്ചാൽ നിന്റെ കുഞ്ഞുങ്ങൾ വിശ്വസിക്കും. നിന്റെ ഇടവകയിൽ അത് വിശ്വാസമായി മാറും. അതുകൊണ്ടാണ് രാജഭൃത്യനും കുടുംബവും ഹെരോദാവിന്റെ കൊട്ടാരത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഈ രാജഭൃത്യന് അവന്റെ മകന് സൗഖ്യം ലഭിക്കണമെങ്കിൽ യേശുവിന്റെ അടുക്കൽ പോകണമെന്ന് അവൻ തീരുമാനിക്കുവാനിടയായത്. അവൻ യേശുവിന്റെ അടുക്കൽ ചെന്നു. യേശു അവനോടുകൂടെ അവന്റെ വീട്ടിലേക്കൊന്നും കടന്നു വന്നില്ല. അവന്റെ കാര്യം അറിയിച്ചപ്പോൾ തന്നെ പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ആ വിശ്വാസം അവനെ ഏത് അറ്റത്തേക്ക് എത്തിച്ചെന്നറിയാമോ? ക്രിസ്തുവിന്റെ അവന്റെ ഭാര്യയിലേക്ക് അവിശ്വാസം പകർന്നു കൊടുത്തു. അവന് ജീവൻ കൊടുത്ത കുഞ്ഞിലേക്ക് അവിശ്വാസം പകർന്നു കൊടുത്തു. അവിടെ കൂടി വന്നിരുന്നവരിലേക്ക് വിശ്വാസം പകർന്നു കൊടുത്തു. അപ്പൊ നോക്കിയോണേ, അവന് അവിടെ കൂടിയിരുന്ന അവരുടെ സഭയിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ജനം മനസ്സാന്തരപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് നമ്മൾ കണ്ടു, കൊർന്നേലിയോസും കുടുംബവും. ആമേൻ. ഒരു വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ആമേൻ. ആ ഉദ്യോഗസ്ഥന് അദ്ദേഹം ഒരു വിജാതനായിരുന്നിട്ടുകൂടെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവൻ ഭക്തനായിരുന്നു, അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിന് വേണ്ടി യാഗമായി തീർന്നെന്ന് അവൻ അറിയില്ലായിരുന്നു. അതിനുവേണ്ടി അവനെ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടിട്ടുള്ളത് കൊണ്ട് അവന് വേണ്ടി പത്രോസിനെ അവിടെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദർശനങ്ങൾ രണ്ടാണ്, എന്നാൽ അത് ഒരു ദർശനത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ്. എന്റെയും ജീവിതത്തിലെ ഒരനുഭവം കൂടെ പങ്കുവെച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ കുഞ്ഞ് വളരെ ക്ഷീണിതരായി കിടക്കുന്ന സന്ദർഭത്തിൽ രാവിലെ ഒരു മനുഷ്യൻ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളോട് പറഞ്ഞു ഈ കുഞ്ഞിനെ കർത്താവിനായിട്ട് വിട്ടുകൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വേദനയോടെയാണ് ആമേൻ ആ വാക്കുകൾ കേട്ടത്, ആ പ്രാർത്ഥനയെ സംബന്ധിച്ചത്. എന്നാൽ പിന്നീട് മറ്റൊരാൾ കടന്നു വന്ന് ഞങ്ങളെ ബലപ്പെടുത്തി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ കർത്താവിനായി വിട്ടുകൊടുത്തു. അന്ന് രാത്രിയിൽ എനിക്ക് എരവേലിയിൽ ഒരു മെസ്സേജ് കൊടുക്കണം. ഞാൻ കടന്നു പോകണം. എൻ്റെ കൂടെ അനേക ചെറുപ്പക്കാരുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ടിരിക്കുന്നു. ആ ഒരു ആമുഖ പ്രാർത്ഥന ചെറുതായിട്ട് പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. ആ സമയത്ത് നീ എരവേലിയിലേക്ക് കടന്നു പോകണ്ട എന്ന് പറഞ്ഞ രാത്രി എനിക്ക് മറക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദൈവമേ, ഇതുവരെ നീ എവിടെ അയച്ചിട്ടുണ്ടോ? എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, ഒന്നും പറയാൻ അറിയില്ല. നീ എവിടെ അയച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ പോയി പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഉടനെ ദൈവാത്മാവിനുള്ളിൽ പിന്നെയും ആലോചന തന്നു. ഞാൻ ഇവിടെ പോകാനാ വീട്ടിൽ പറഞ്ഞിട്ട് പോയത്. എരവേലിയിലെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുവുള്ളെന്ന് പറഞ്ഞിട്ട് പോകാനാ പോയത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വഴിയിൽ വെച്ച് എന്നോട് രണ്ടാമത് അവിടെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അവൻ എന്നോട് സംസാരിച്ചു, നീ പോകണ്ട. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറഞ്ഞു, ആരെങ്കിലും എന്റെ സഹോദരങ്ങൾ ദൂരദേശത്ത് നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. അവൻ ദൈവത്തിന് സ്വന്തം. എന്റെ സഹോദരനോട് പറഞ്ഞു, എനിക്കിപ്പം വരാൻ കഴിയില്ല, എന്റെ കുഞ്ഞിന് വളരെ ക്ഷീണമാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ പോയി മടങ്ങി വരുമ്പോൾ എന്റെ ഭവനത്തിൽ നിങ്ങൾ മടങ്ങി വരണമെന്ന് പറയാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അവർ കടന്നുപോയി, അവർ മടങ്ങി വന്നു. എന്നാൽ ഞാൻ എന്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ പാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പ്രിയം വെച്ച യേശുവിന്റെ അടുക്കിലേക്ക് യാത്രയായി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓർത്ത് നോക്ക്, അന്ന് രാത്രി ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും അത് ദുഃഖമായി മാറുമായിരുന്നു. എനിക്കൊരിക്കലും അത് ചിന്തിപ്പാൻ കഴിയാത്ത അവസ്ഥയായി മാറുമായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ, ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ പ്രിയ പൈതല് ദൈവത്തെങ്കിലേക്ക് കടന്നുപോയി. ഇനിയും നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. നമ്മൾ മരിച്ചുപോയ വിശ്വാസികളുടെ അടുക്കിലേക്ക് ചെന്നെത്തുന്ന ഒരു ദിവസമുണ്ട്. അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവാ. ഹല്ലേലൂയ. അവനൊന്നും വന്ന് നമ്മളെ വീണ്ടെടുക്കാൻ, നമ്മളെ രക്ഷിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടു, രാജഭൃത്യനും കുടുംബവുമായി രക്ഷിക്കപ്പെട്ടു, കൊർന്നേലിയോസും കുടുംബവും രക്ഷിക്കപ്പെട്ടു, ലുദിയായും കുടുംബവും രക്ഷിക്കപ്പെട്ടു. അവര് ലുദിയ രക്ഷിക്കപ്പെട്ടെന്നറിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ലുദിയായുടെ വീട്ടിൽ കണ്ടു. അവർക്ക് യേശുവിനെ അറിയില്ലായിരുന്നു. അവരോട് യേശുവിനെ കുറിച്ച് ഇവർ പറഞ്ഞിട്ട് അവർ ദൈവം അയച്ചതുപോലെ മറ്റൊരു സ്ഥലത്തേക്ക് അവർ കടന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കുക, ഞാനും എന്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടതാകും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളേറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, മനോഹരമായ ഒരു വ്യാഴാഴ്ച കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകിയതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം
ഞങ്ങൾ കേട്ട വചനങ്ങള് ഞങ്ങളെ ഒന്നുകൂടെ ബലപ്പെടുത്തുന്ന വചനങ്ങളാക്കി സ്വർഗം തീർത്തുന്നവർക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. രാജഭക്തിയും കുടുംബവും മനസ്സാന്തരപ്പെട്ടപ്പോൾ അവിടെ ആ വചനം കേട്ടവരൊക്കെയും മനസ്സാന്തരപ്പെട്ടു. അത് വേദവസ്തുതയില്ലെങ്കിൽ പോലും ആമേൻ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ അവർക്കും പ്രവേശനമുണ്ട്. രണ്ടാമത് കുടുംബവും ആമേൻ അവര് മനസ്സാന്തരപ്പെട്ടപ്പോൾ ആ പത്രോസിന്റെ പ്രസംഗത്തിലൂടെ പിന്നെയും നൂറുകണക്കിന് ആളുകൾ മനസ്സാന്തരപ്പെടുവാൻ സാധ്യതയുണ്ട്. ലുദിയായും കുടുംബവും ആമേൻ മനസ്സാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല, കുടുംബത്തിൽ അവർ ചെല്ലുമ്പോൾ ധാരാളം സഹോദരന്മാരുണ്ടായിരുന്നു. അവർ യഹോവയോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ ആമേൻ അവിടെയും ധാരാളം പേർ മനസ്സാന്തരപ്പെടുകയായി. നമുക്കും നമ്മളെ ചിന്തിക്കുമ്പോൾ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവയോട് ചേർന്നു അല്ല, പുതിയ നിയമത്തിലായ നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഇങ്ങനെ പറയുവാൻ കഴിയണം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ആയതിനായി സ്വർഗത്തിലെ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാം യേശുവിൻ നാമത്തിൽ താഴ്മയായി വിനയമായി ചോദിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, എന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങളുടെ കാര്യം ക്ഷമിച്ചതുപോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുന്നത് എന്തുകൊണ്ട് നാരാജ്യവും ശക്തിയും മഹത്വവും പിതാവായ ദൈവത്തിന്റെ സ്നേഹമേഖലാതനായ പുത്രന്റെ കൃപ ആശ്വസിച്ചു വഴി നടത്തുന്ന പരിശുദ്ധ റുഹായുടെ സമുദ്ര സഹവാസം വിശിഷ്യ ഞങ്ങൾ കേട്ട വചനത്തോടും അടുത്ത ആഴ്ച ഞങ്ങൾ കൂടി വരുവരെയും ഇന്നും നാളും ഉണ്ടാകുമാറാകണമേ. ആമേൻ.